ജയിൽ ഉദ്യോഗസ്ഥർക്ക് കൂട്ട സ്ഥലമാറ്റമാണ്. ജനുവരിയിൽ കുമരകത്തെ റിസോർട്ടിൽ ഒത്തുചേർന്ന RSS അനുഭാവികളായ ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, പെട്ടെന്നിങ്ങനൊരു സ്ഥലം മാറ്റം വരുന്നു, അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കോട്ടയത്തെ ഒരു യോഗവുമാണ്. എന്താണ് വിശദാംശങ്ങൾ? മാർഷൽ, ഇടത് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ സർക്കാർ സർവീസിൽ RSS അനുഭാവമുള്ളവർ സജീവമാണെന്ന ആരോപണം നേരത്തെ തന്നെയുണ്ട്. CPI നേതാവ് ആനി രാജ പോലീസിന് നേരെയായിരുന്നു ഈ ആരോപണം ഉന്നയിച്ചിരുന്നത്. പിന്നീട് ഒരു ADGP RSS ബന്ധത്തിന്റെ പേരിൽ വലിയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് RSS അനുഭാവത്തിന്റെ പേരിൽ ആരോപണം നേരിടുന്നത്. ജനുവരി 17 രാത്രിയിൽ കോട്ടയം കുമരകത്തെ ഒരു റിസോർട്ടിൽ RSS അനുഭാവമുള്ള 13 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാരും 5 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരും യോഗം ചേർന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് റിപ്പോർട്ട് ചെയ്തത്. കോട്ടയത്ത് ഒരേ മനസ്സുള്ള ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് തുടക്കമായിരിക്കുന്നു, ഇനി ഇത് വളർന്നുകൊണ്ടേയിരിക്കും എന്ന രീതിയിൽ അന്ന് ആ കൂട്ടായ്മയിൽ പങ്കെടുത്തവരെല്ലാം ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിരുന്നു. ഇത് സംബന്ധിച്ചാണ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുകയും ഇത് RSS കൂട്ടായ്മയുടെ പേരിൽ സംഘടിപ്പിച്ചതാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രിസൺ ഓഫീസർമാരടക്കമുള്ളവർക്ക് ഈ 18 പേർക്കും സ്ഥലം മാറ്റം ജയിൽ വകുപ്പ് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം ഇതിന്റെ പിന്നിൽ ഗൗരവമായിട്ട് ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ കൂട്ടായ്മയുടെ പേരിൽ സ്ഥലം മാറ്റിയെങ്കിലും അവരുടെ സ്ഥലമാറ്റ ഉത്തരവിൽ സാധാരണ സ്ഥലമാറ്റം എന്ന് മാത്രമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ, വിയ്യൂർ സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട ജയിലുകളിലെ ഉദ്യോഗസ്ഥരാണ് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. ഏതായാലും ജയിൽ വകുപ്പിൽ 18ഓളം ഉദ്യോഗസ്ഥർ RSS അനുഭാവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആ അനുഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നു. അത് ഞങ്ങളുടെ കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു എന്നത് സർക്കാർ ഗൗരവത്തിൽ കണ്ടില്ല എന്നുള്ളൊരു ആരോപണം സജീവമായിട്ടുണ്ട്. ചില BJP ഇടപെടൽ അല്ലെങ്കിൽ BJP ഉന്നത നേതാക്കളുടെ ഇടപെടൽ ഈ സ്ഥലം മാറ്റം ലഘൂകരിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ശരി, പുതിയ ചില ആരോപണങ്ങളിലെ ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അനന്തകൃഷ്ണനാണ് ആ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.